എല്ലാവർക്കും നമസ്കാരം. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച സംഭവം ഈ മാസം 4-ാം തീയതി കായംകുളത്ത് വെച്ച്, ഈ മാസം 4-ാം തീയതി പുലർച്ചെ കായംകുളത്ത് ഒരു ഓട്ടോ അപകടമുണ്ടായി. ഓട്ടോ ഡിവൈനിൽ തട്ടിമറിഞ്ഞു. ആ അപകടത്തിൽ അകപ്പെട്ട ഒരു യുവതിയെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ, അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിൻ്റെ ഇടയിൽ ലൈംഗികപരമായി ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിലെ പ്രതി കായംകുളത്തെ വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിബിൻ സബാദാണ്. നമുക്കറിയാം, ഒരുപാട് പുരുഷന്മാര് അപകടത്തിൽപ്പെട്ട സ്ത്രീകളെ ഒക്കെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരുടെയൊക്കെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അത് ആ പുരുഷന്മാരെ നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ്. ഇവനെ പോലെ അപകടത്തിൽ പറ്റി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു യുവതിയെ കാമക്കണ്ണുകൊണ്ട് നോക്കാൻ സാധിക്കുന്നത് ഇവന് മാത്രമേ ഉള്ളൂ. ആ യുവതിയുടെ സ്ഥാനത്ത് ഇവന്റെ ഉമ്മയോ അല്ലെങ്കിൽ ഇവന്റെ പെങ്ങളോ ആണെങ്കിൽ പോലും ഇവൻ ഇതുപോലെ തന്നെ നോക്കുകയുള്ളൂ. ഒരു അപകടത്തിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരിടത്താണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി കായംകുളത്തെ യൂണിറ്റ് പ്രസിഡന്റിനെതിരെ ഇങ്ങനെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഇവനൊക്കെ മനുഷ്യകുലത്തിനെ അപമാനമാണ്. മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. അതിലും ഈ മാസം 4-ാം തീയതിയാണ് ആ സംഭവം. പുലർച്ചെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. ഇന്നേ വരെ അറിയാൻ കഴിഞ്ഞത് ഈ യുവതിയുടെ രഹസ്യമൊഴിയെടുക്കുകയോ അതുപോലെ തന്നെ ഈ യുവതിയുടെ വൈദ്യപരിശോധന നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും പ്രതി ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതി കായംകുളത്തെ യൂണിറ്റ് പ്രസിഡന്റ് സിബിൻ സബാദ് കേസിൽ നിന്നും പിന്മാറാനുമായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോവാതിരിക്കാനുമായിട്ടും ലക്ഷങ്ങളാണ് ഈ യുവതിക്ക് ഓഫർ ചെയ്തിരിക്കണേ എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവർ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളുടെ പോലീസുകാര് ഈ മാസം 4-ാം തീയതി റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം ഇന്ന് 12-ാം തീയതിയായി. ഇതുവരെ ഈ യുവതിയുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയോ അതുപോലെ തന്നെ ഈ യുവതിയുടെ വൈദ്യപരിശോധന നടത്തുവാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയോ ഒന്നും ചെയ്യാത്തത് ഈ പ്രതിയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനം കൊണ്ടാണ് എന്നുള്ള ആരോപണം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഇത്രയും ദുഷ്ടകരമായ ഒരു പ്രവൃത്തി ചെയ്ത ഇവനെ സപ്പോർട്ട് ചെയ്യാനും മനുഷ്യരോ, ഇനി ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോന്നും വരും ഇതിന്റെ താഴെ കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും വന്നുകൊണ്ടിരിക്കും ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം, നടുൽ വിരൽ നമസ്കാരം. നമസ്തേ.